ഹൗസ് ഓഫ് ദ ഡ്രാഗണിൻ്റെ സീസൺ 3 ആദ്യ എപ്പിസോഡ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു ഗ്രാൻഡിയർ ഒരു എപ്പിക് സ്കെയിലാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സീ ബാറ്റിലാണ്. നമ്മുടെ ഈ ഒരു ടാർഗറിയൻ ഹിസ്റ്ററി മാത്രമല്ല, വെസ്റ്ററോസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ വെസ്റ്ററോസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ സീ ബാറ്റിൽസിൽ ഒന്നാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് ഗള്ളറ്റ്. അത് കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് തന്നെ തുടങ്ങുന്നത്. ആൻഡ് അത് അവർ എപ്പിക് സ്കെയിലിൽ തന്നെ അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി ഈ സാധനം കഴിഞ്ഞ സീസണിൻ്റെ അവസാനം കാണിക്കേണ്ടതായിരുന്നു. അതായത് സീസൺ 2 അവസാനം കാണിക്കേണ്ടതായിരുന്നു ഈ ബാറ്റിൽ ഓഫ് ഗള്ളറ്റും. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള മറ്റേ എന്താ ഞാൻ പറയുന്നില്ല, അത് കണ്ടുവെക്കുക, സ്പോയിലർ ആവും. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സോ ഈ ഒരു എപ്പിസോഡ് ഇനി തൊട്ടടുത്ത് വരായിരിക്കുന്ന അടുത്ത രണ്ടാമത്തെ എപ്പിസോഡും ആക്ച്വലി കഴിഞ്ഞ സീസണിൽ തന്നെ കഴിയേണ്ടതാണ്. പക്ഷേ പ്രൊഡക്ഷൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം അവർ പുഷ് ചെയ്ത്, അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും നടക്കാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്തു. സോ ഈ സാധനം തന്നെ ഫസ്റ്റ് ഇനീഷ്യലി കൊണ്ട് വയ്ക്കുമ്പോൾ ഈ ഒരു സീസൺ തന്നെ ഒരു വലിയ ഓപ്പണറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഈ ഒരു സീസണിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ബാറ്റിൽസ് മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 സീസണിലും ഇപ്പോൾ ഫസ്റ്റ് സീസണിലും വേണമെങ്കിൽ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റൈവലറി ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ടാർഗറിയൻ ഡൈനസ്റ്റി എങ്ങനെയാണ് സ്പ്ലിറ്റ് ആയത്, ബ്ലാക്സും ഗ്രീൻസും എങ്ങനെ ഉണ്ടായതെന്നാണ് കാണിച്ചത്. മെയിൻലി ഫോക്കസ് ചെയ്തത് അവരുടെ ആ ഒരു ചെറുപ്പം മുതലേ ആ ഒരു റൈവലറി ഇങ്ങനെ ബിൽഡ് ചെയ്ത് നമുക്ക് കാണിച്ചു. ദെൻ സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോൾ ഈ സ്പ്ലിറ്റായി ഈ 2 കിങ്ഡത്തിൽ, അല്ലെങ്കിൽ ഒരു ടാർഗറിയൻ തന്നെ 2 സ്പ്ലിറ്റ് ആയപ്പോൾ വെസ്റ്ററോസ് കംപ്ലീറ്റ്ലി സ്പ്ലിറ്റായി. ആരൊക്കെ ആരുടെ കൂടെ നിൽക്കുന്നുള്ളതായിരുന്നു സെക്കൻഡ് സീസണിൽ കാണിച്ചതെങ്കിൽ, തേർഡ് സീസണിലേക്ക് വരുമ്പോൾ ആ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ ഫുൾ സെറ്റായി. ഇനി ഫുൾ ബാറ്റിലാണ്, ഇനി ഫുൾ അടിയാണ്. അതാണ് ഇവർ മെയിൻലി കാണിക്കാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ ഇനീഷ്യൽ തുടക്കം തന്നെയാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് ഗള്ളറ്റ്. ഇതൊരു ഈ ഒരു ഓവറോൾ ഡാൻസ് ഓഫ് ഡ്രാഗൺസിൽ തന്നെ ഏറ്റവും വലിയ ഇവൻറ്റുകളിൽ ഒന്നാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് ഗള്ളറ്റ്. പക്ഷേ അതിന് ഇവർ പ്രസൻറ്റ് ചെയ്ത് ബുക്കിൽ നിന്നും അല്ലെങ്കിൽ സോഴ്സ് മെറ്റീരിയലിൽ നിന്നും കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ചില ക്യാരക്ടർ ഡെത്തുകളൊക്കെ ഞാൻ കണ്ടപ്പോൾ എന്താ ഇവർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ വിചാരിച്ചു. കാരണം ചില ക്യാരക്ടറിനെ വെച്ചിട്ട് ഇനി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടാണ് കുറേ സാധനങ്ങൾ ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം സാധനം വർക്കായിട്ടുണ്ട്. മിനിമൽ ടൈം കൊണ്ട് ഇവർക്ക് ഇതൊക്കെ പ്ലേസ് ചെയ്ത് പറഞ്ഞു പോകാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നോൺ ബുക്ക് റീഡേഴ്സിനൊക്കെ എന്താണ് ആക്ച്വലി നടക്കണമെന്നുള്ളത് പെട്ടെന്ന് വലിയൊരു ഐഡിയ കിട്ടില്ല. അവർ ഭയങ്കര അധികം റഷ്ഡായ പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ബുക്ക് റീഡേഴ്സിനൊക്കെ ഒരു പക്ഷേ അറിയായിരിക്കും ഓരോ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവരെവിടേക്കാണ്, ഏതൊക്കെ സ്ട്രാറ്റജീസാണ്. ഈവൻ ഇവർ പേര് പോലും കൊടുക്കില്ല. അതിപ്പോൾ പണ്ട് മുതൽ അങ്ങനെ തന്നെ. ഈ എവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾഡ് ടൗൺ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രാഗൺ സ്റ്റോൺ ആണോ, അങ്ങനെ ലൊക്കേഷൻ്റെ പേര് പോലും കൊടുക്കില്ല. സോ ചില ക്യാരക്ടേഴ്സ് എവിടെയാണെന്ന് പോലും അത് മനസ്സിലാക്കി എടുക്കണം. അവരെ സ്ട്രാറ്റജിക്കലി ഈ വാറിൻ്റെ ഏത് സിറ്റുവേഷനിലാണ് അവർ ഉള്ളത് എന്നുള്ളത് ഇപ്പോൾ നോൺ ബുക്ക് റീഡേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടമുണ്ട്. ദെൻ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഡെയ്റോണൊക്കെ വരുന്നുണ്ട്. ഡെയ്റോൺ ആരാന്ന് പോലും ഒരുപക്ഷെ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് സിജിലൊക്കെ കണ്ട് മറ്റേ ഹൈ ടവറിൻ്റെ സിജിലൊക്കെ മറ്റേ ആർമറിലുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ട് ഗണിച്ച് നോക്കിയിട്ട് ഓക്കെ ഇതായിരിക്കും ഡെയ്റൺ, ഇതായിരിക്കും ഡെയ്റൻ്റെ ഡ്രാഗൺ, ഇതായിരിക്കും ഡെയ്റൻ്റെ ആർമി, ഇവർ എവിടെയാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ ഒരു രീതിക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് സാധനം ഓൾറെഡി ഇറങ്ങിയിട്ട് ഇപ്പോൾ 2, 3, 4 വർഷമായി ടോട്ടൽ. ഈ 2022 ഫസ്റ്റ് സീസൺ, സെക്കൻഡ് സീസൺ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നൊരു സാധനം ആ സ്പോട്ടിൽ നമുക്ക് ഈ സാധനങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഒരു പക്ഷേ എനിക്ക് അറിയില്ല അത് എത്രത്തോളം ആൾക്കാർക്ക് അത് അക്സെപ്റ്റബിൾ ആവും എന്നുള്ളത്, പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളത്. സോ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ ഈ എല്ലാ എപ്പിസോഡിനും ചെയ്യാം. ഇവർ ഐ തിങ്ക് ഇങ്ങനെ റഷ്ഡ് ആയിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നുണ്ടാവുക. കാരണം ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയൊരു സീ ബാറ്റിലാണ്. ഒരു മിനിമൽ ഈ ഒരു മണിക്കൂറിൻ്റെ ഒരു ടൈമിലെ വളരെ സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ ഒരു 20 മിനിറ്റോ അത്രയൊക്കെ മാത്രമേ ഒരു ടൈം എടുത്തിട്ടുള്ളൂ. ഒട്ടുമിക്കതെല്ലാം അങ്ങനെ തന്നെ. പക്ഷേ ആ ഒരു മിനിമൽ ടൈം കൊണ്ട് കാണിച്ച് തീർക്കേണ്ടതല്ല. ആ ഒരു സ്ട്രാറ്റജി എന്താണ്, ഇപ്പോൾ ആ ഒരു വലേറിയൻ ഫ്ലീറ്റ് എവിടേക്കാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ് ആക്ച്വലി നടക്കുന്നത്. ദെൻ ക്യാരക്ടർ സ്വാപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലോഹാറിൻ്റെ ക്യാരക്ടർ ജെൻഡർ സ്വാപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ആക്ച്വലി മെയിലായിട്ടാണ് ബുക്കിൽ, ഇത് ഫീമെയിലായിട്ട്. അതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാനീ പറഞ്ഞു ചില ക്യാരക്ടർ ഡെത്തുകളൊക്കെ വന്നപ്പോൾ ഇനി ആ ഒരു ചില പ്ലോട്ട് പോയിന്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഇവർ മിസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൽ ചില ക്യാരക്ടേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെ അവർ പുഷ് ചെയ്ത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊന്നും ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല. കാരണം ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട് അവരെ, അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഇനി സെക്കൻഡ് സീസണിൽ അല്ലെങ്കിൽ സെക്കൻഡ് എപ്പിസോഡിൽ കാണിക്കുമെന്ന് അറിയില്ല. സോ അങ്ങനെ സോഴ്സ് മെറ്റീരിയലിൽ നിന്ന് കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. തന്നെ ഈ ചില ക്യാരക്ടേഴ്സും ചില ലൊക്കേഷൻസൊക്കെ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് കഷ്ടമുള്ളതൊക്കെയാണ് എനിക്കൊരു എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇൻ ടോട്ടൽ ഈ സാധനത്തിൻ്റെ ഒരു മേക്കിങ്ങും കാര്യമൊക്കെ ഹെവിയാണ്. നമ്മളിപ്പോൾ ഇതുവരെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ ഡ്രാഗൺസ് തമ്മിലുള്ള യുദ്ധം എന്നുള്ളത് ബിൽഡപ്പ് ചെയ്ത് വന്നതിൻ്റെ കംപ്ലീറ്റ് ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയാണ്. തന്നെ ഷീപ്പ് സ്റ്റീലർ എന്നൊരു ഡ്രാഗണെ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഓപ്പണിങ് തന്നെ. അതും ഈ പറഞ്ഞ പോലെ ഐ തിങ്ക് എനിക്കറിയില്ല ഇത് എങ്ങനെ ഇത് വർക്കാവും എന്നുള്ളതും, ഇത് എങ്ങനെയാണ് ഇവർ കഥ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും. കാരണം ഓൾറെഡി
ഐ തിങ്ക് മാർട്ടിൻ അടക്കം ഇതിൽ നിന്ന് പിൻവാങ്ങി, അല്ലെങ്കിൽ പിന്നെ ക്രിയേറ്റീവ് ടീം ഫുള്ളായിട്ട് അടിച്ച് പിരിഞ്ഞു എന്നൊക്കെയാണ് കേട്ടത്. നമ്മുടെ ആ ഒരു ഇനീഷ്യൽ ഉണ്ടായിരുന്ന ആൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരൊക്കെ പോയി എന്നൊക്കെ. സോ ഐ തിങ്ക് സോഴ്സ് മെറ്റീരിയലിനൊക്കെ ഇങ്ങനത്തെ കുറേ വ്യത്യാസങ്ങൾ വരുത്തുന്നതുകൊണ്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവർ ചിലപ്പോൾ കഥ കംപ്ലീറ്റ് ആയിട്ടും ഇനി മാറ്റാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് എങ്ങോട്ടാണ് ഇതിന് പോക്കുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി പോകെ പോകെ നടക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്താണ് ഇവർ മാറ്റങ്ങൾ വരുത്താൻ പോകണമെന്നുള്ളത്. പക്ഷേ ഇൻ ടോട്ടൽ ആ ഒരു എപ്പിക്കായിട്ടുള്ള ഗ്രാൻഡിയർ ആയിട്ടുള്ള കുറേ, പിന്നെ ദെൻ വലിയൊരു ക്യാരക്ടർ എടുത്ത് ഇതിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നുമില്ലാത്ത പോലെ, ജസ്റ്റ് ഒരു പുക പോലെ വളരെ സിമ്പിളായിട്ട് ഈ സാധനം പോയ പോലെ അവരാണ് കാണിച്ചത്. ദാറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സീൻ എന്ന് പറയുന്ന സാധനം ഉണ്ട് ഇതിൽ. അത് പക്ഷേ ഇവർ കാണിച്ചില്ല എന്നല്ല, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഒരു ഡ്രാഗൺ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ റൈഡർ മരിക്കുമ്പോഴോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അടുത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഇല്ലേ, അത് ഞാനീ പറഞ്ഞില്ല റഷ്ഡാക്കി കാണിച്ചപ്പോൾ അവർക്ക് പല സാധനങ്ങളും മിസ്സായ പോലെ എനിക്കൊരു ഫീല്. എനിക്കറിയില്ല അത് അങ്ങനെ ആവുമെന്നുള്ളത്. പക്ഷേ ഇൻ ടോട്ടൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓക്കെ സാധനം എപ്പിക്കായിട്ട് ഇവർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഈ ബാക്കിയുള്ള എപ്പിസോഡുകൾ കണ്ടാലേ ഒരു ഐഡിയ കിട്ടുള്ളൂ. സോ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ഓരോ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ നമുക്ക് ഇതിൻ്റെ ഓരോ ദിവസം തന്നെ ഇടാം. ഇനി ഇതിൻ്റെ റിവ്യൂ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സീസൺ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു 8 എപ്പിസോഡുകളും കംപ്ലീറ്റ് ആയിട്ട് അവസാനം ഇടാം. എല്ലാ ആഴ്ചയും ഇതേപോലെ തിങ്കളാഴ്ച ദിവസം ഒക്കെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഇന്ന് തന്നെ മാക്സിമം ഞാൻ ഈ ഫസ്റ്റ് എപ്പിസോഡിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയാം. ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് അവിടെ ഇവിടെ ആയിട്ട് സോഴ്സ് മെറ്റീരിയലിൽ തോന്നി. പക്ഷേ സോഴ്സ് മെറ്റീരിയൽ കാണിക്കണം എന്നല്ല, എന്താണ് എവിടെയാണ് നടക്കണം എന്നുള്ള ഒരു സ്ട്രാറ്റജീസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് റഷ്ഡായി കാണിച്ച പോലെ എനിക്കൊരു ഫീൽ. അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. കണ്ടവരാണെങ്കിൽ ഈ ഒരു എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം.